നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന ബജറ്റിൽ ഇടുക്കിക്ക് ചില സുപ്രധാന പദ്ധതി പ്രഖ്യാപനങ്ങൾ. വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുമായി പ്രത്യേക പാക്കേജ് അനുവദിച്ചത് ജില്ലയ്ക്ക് ആശ്വാസകരമാക്കുമെന്ന് വിലയിരുത്തൽ. അതേസമയം മുൻ LDF സർക്കാർ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജിൽ ഇത്തവണയും തുക പ്രത്യേകമായി വകയിരുത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ കൃഷി നശിച്ച ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ഇതുവരെയും നഷ്ടപരിഹാരം ലഭ്യമായില്ല. ജില്ലയിൽ കഴിഞ്ഞ വർഷം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി നശിച്ചത് 17,944 കർഷകരുടെ കൃഷി. അനുവദിച്ചത് തുച്ഛമായ തുകയെങ്കിലും നിലവിലുള്ളത് അതുപോലും കർഷകരിലേക്ക് എത്താത്ത സാഹചര്യം. പീരുമേട് തട്ടാത്തിക്കാനം പൈൻകാട് വനംവകുപ്പ് ഏറ്റെടുത്ത പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. പഞ്ചായത്തിന്റെ മൗനസമ്മതത്തോടെ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് പ്രതിഷേധകരമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ. കാട്ടുതീ തടയാനെന്ന പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീയിട്ടതിനെ തുടർന്ന് ജന്മനാ ബദിരിയും മുഖിയുമായ വീട്ടമ്മയുടെ പട്ടയസ്ഥലത്തെ കൃഷികൾ കത്തി നശിച്ചു. സംഭവം വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളിയിൽ. തീകെടുത്താൻ ശ്രമിച്ച സഹോദരൻ ജിഫിന് പൊള്ളലേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ബജറ്റിൽ ഇടുക്കിക്ക് ചില സുപ്രധാന പദ്ധതി പ്രഖ്യാപനങ്ങൾ. വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുമായി പ്രത്യേക പാക്കേജ് അനുവദിച്ചത് ജില്ലയ്ക്ക് ആശ്വാസകരമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം മുൻ LDF സർക്കാർ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജിൽ ഇത്തവണയും തുക പ്രത്യേകമായി വകയിരുത്തിയിട്ടില്ല. സുഗന്ധവ്യഞ്ജന വിള വികസന പദ്ധതി അനുവദിച്ചതും കർഷകർക്ക് പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം ഉണ്ടാകുന്നവർക്ക് വിള ഇൻഷുറൻസ് പദ്ധതിയും ആശ്വാസകരമായേക്കും. വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുമായി പ്രത്യേക പാക്കേജിന് 50 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. അയ്യപ്പൻകോവിലിൽ പുതിയ പാലം നിർമ്മിക്കാൻ 10 കോടി രൂപ അനുവദിച്ചു. ചെറുതോണിയിൽ KSRTC ഡിപ്പോ അനുവദിച്ചു. ഇതിനായി 2 കോടി വകയിരുത്തി. ഈ വർഷം നിർമ്മാണം ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള K-ഹോംസ് പദ്ധതി മൂന്നാറിലും നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം. ജില്ലയിലെ കുട്ടികൾക്കായി പുതിയതായി കെയർ ഹോം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി 3 കോടി രൂപ വകയിരുത്തി. ചിത്തിരപുരം ITIക്ക് 2 കോടിയുടെ പുതിയ കെട്ടിടവും അനുവദിച്ചു. മൂന്നാറിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ തിയേറ്റർ നിർമ്മിക്കും. ഇതിനായി 3 കോടി വകയിരുത്തി. ടൂറിസം മേഖലയിൽ ഇടുക്കി മൂലമറ്റം നാടുകാണി പവലിയൻ കേബിൾ കാർ പദ്ധതിയാണ് പ്രധാന പ്രഖ്യാപനം. 3 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. സുഗന്ധവ്യഞ്ജന വിള വികസന പദ്ധതിക്ക് 7.6 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഏലം, കുരുമുളക്, ഗ്രാമ്പൂ തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നവർക്ക് പദ്ധതി പ്രയോജനപ്പെടും. കൂടാതെ 78.45 കോടി വകയിരുത്തിയിട്ടുള്ള സമഗ്ര പച്ചക്കറി വികസനവും ജില്ലയിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. VFPCK വഴി 18 കോടി ചെലവഴിക്കുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം. വിള ഇൻഷുറൻസ് പദ്ധതിക്ക് 33.14 കോടിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് 43.9 കോടിയുമാണ് ബജറ്റ് പ്രഖ്യാപനം. കൂടാതെ ഇടുക്കി എയർ സ്ട്രിപ്പ് DPR തയ്യാറാക്കുന്നതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം, ഇടുക്കി നിയോജകമണ്ഡലത്തിലെ വിവിധ ടൗൺ റോഡുകളുടെ വികസനവും സൗന്ദര്യവൽക്കരണത്തിനും 4 കോടി രൂപ, പട്ടിശ്ശേരി ഡാമിന്റെയും കനാൽ ശൃംഖലയുടെയും പൂർത്തീകരണത്തിനായി 3 കോടി രൂപ അധികമായി വകയിരുത്തി വിഹിതം 17 കോടിയായി വർദ്ധിപ്പിച്ചു. പൈനാവ് IHRD ലോ കോളേജ്, പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്ന പദ്ധതിയും ഇടുക്കിക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ കൃഷി നശിച്ച ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ഇതുവരെയും നഷ്ടപരിഹാരം ലഭ്യമായില്ല. ജില്ലയിൽ 17,944 കർഷകരുടെ കൃഷിയാണ് കഴിഞ്ഞ വർഷം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി നശിച്ചത്. അനുവദിച്ച തുച്ഛമായ തുകയാണെങ്കിലും അതുപോലും കർഷകരിലേക്ക് എത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാരിന്റെ AIMS പോർട്ടലിൽ നിന്നുള്ള കണക്കനുസരിച്ച് 2024 വേനൽ ചൂടിൽ ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ 17,944 ഏലം കർഷകർക്ക് കൃഷിനാശമുണ്ടായതായും 4,368 ഹെക്ടറിലധികം ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായും 10.93 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായുമാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി 78,53,208 രൂപ അനുവദിച്ചതായും തുക ലഭിക്കേണ്ട കർഷകരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ എയിംസ് പോർട്ടലിൽ നൽകണമെന്ന കൃഷി ഡയറക്ടറേറ്റിന്റെ അറിയിപ്പ് പ്രകാരം 2024 നവംബർ 21 ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചതായും കൃഷിവകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ അനുവദിച്ച തുക ഇതുവരെ തങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഏലം കർഷകർ പറയുന്നു. ഞാനിതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഒരു 400 ചെടിയോളം ഇച്ചിരി വെള്ളം സൗകര്യം കുറവായിരുന്നു. അത് ഞാൻ നോക്കി വെള്ളമൊന്നും ഇല്ലാണ്ട് വന്ന് ഉണങ്ങിപ്പോയിട്ട് ഞാനത് മൊത്തത്തിൽ ഉണങ്ങിപ്പോയി, കൊടി ഉൾപ്പെടെ. അത് കഴിഞ്ഞ് ഞാൻ കൃഷിഭവനിൽ അപേക്ഷ വെച്ചു, ഫോട്ടോ എല്ലാം എടുത്ത് കൃഷിഭവനിൽ അപേക്ഷ വെച്ചു. ഒരു പൈസ ഈ നാഴിക വരെ ഒന്നും കിട്ടിയിട്ടില്ല.
എല്ലാം തരാം, വാഗ്ദാനം പറയും തരാം, ഇത്ര രൂപ അനുവദിച്ചിട്ടുണ്ട്. കൃഷിക്കാരന് ഇത് അപേക്ഷ വയ്ക്കലും ഈ കാണിക്കലും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പുറത്ത് നടക്കലും ഒരു 10 പൈസയുടെ ഒരു ആനുകൂല്യം ഇന്ന് വരെ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കിട്ടിയിട്ടില്ല. ഈ വർഷം അതിലും വലിയ ഉണക്കാഇപ്പോൾ വരാൻ പോകുന്നത്. ഈ വെള്ളമില്ലാത്തവരും പാട്ടൊക്കെ എടുത്തവരും ഈ മേട്ടുപുറത്ത് താമസിക്കുന്നവരൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരിക്കും. അതിന് സർക്കാർ എന്തെങ്കിലും മുൻകൂട്ടി, അതായത് വാക്കെ കൊണ്ടും തന്നിട്ട് കാര്യമില്ല, ഇനി ഇതിനൊന്നും ഇത് മുൻകൂർ കണ്ട് ഇതിനെന്തെങ്കിലും ഒരു പ്രായോഗികമായിട്ട് ചെയ്യാവുന്നൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം, കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. 10 കോടിയോളം രൂപ 18,000-ഓളം കർഷകർക്ക് പങ്കിടുമ്പോൾ തുച്ഛമായ തുക മാത്രമാണ് ലഭിക്കുന്നത്. അതുപോലും നൽകാൻ തയ്യാറാകാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ പരിഹസിക്കുകയാണെന്നും കർഷകർ ആരോപിച്ചു. ഈ നഷ്ടപരിഹാരം സമയബന്ധിതമായി എത്തിക്കുന്നില്ല. ഇപ്പോൾ അനുവദിച്ച തുക പോലും ഗവൺമെൻറ് ഇതുവരെയായിട്ടും എത്തിച്ചിട്ടില്ല. ഈ വർഷത്തെ കാലാവസ്ഥയും അതിരൂക്ഷമായ ഉണക്കിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പം തന്നെ 3%, 3 ഡിഗ്രി 4 ഡിഗ്രി ചൂട് വർദ്ധിക്കും എന്ന് പറയുന്നു. ഇനി മാർച്ച് കഴിഞ്ഞാണ് മഴയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏലം കൃഷിയുടെ സമ്പൂർണ്ണ നാശമായിരിക്കും നമ്മൾ മുന്നിൽ കാണുന്നത്. ഏലം കർഷകർ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏലം കൃഷി എന്ന് പറയുന്നത് 2-3 തരത്തിലുണ്ട്. ഒന്ന് സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത കൃഷി, 2 പാട്ടക്കാരൻ, സ്ഥലത്തിൻ്റെ ഉടമസ്ഥയിൽ നിന്ന് പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന ആളുകൾ. അവരൊക്കെ വലിയ തുകയ്ക്ക് ഏലത്തിൻ്റെ ഈ മോഹിപ്പിക്കുന്ന വില കണ്ടുകൊണ്ട് വലിയ തുകയ്ക്ക് തോട്ടം എടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ കൊടിയ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ ആത്മഹത്യകളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഈ മേഖലയുണ്ടാവും. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചവർക്ക് ചെറിയ തുക നഷ്ടപരിഹാരം ലഭിച്ചതുകൊണ്ട് എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യവും കർഷകർ ഉന്നയിക്കുന്നു. പീരുമേട് തട്ടാത്തിക്കാനം പൈൻകാട് വനംവകുപ്പ് ഏറ്റെടുത്ത പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനംവകുപ്പ് കൈയടക്കിയ സ്ഥലം റവന്യൂ ഭൂമിയാണെന്ന വാദവുമായി മുൻപ് പീരുമേട് പഞ്ചായത്ത് രംഗത്തെത്തിയിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ മൗനസമ്മതത്തോടെ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് പ്രതിഷേധകരമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. മുൻപ് മേഖലയിൽ സഞ്ചാരികൾക്ക് സൗജന്യമായി പ്രവേശിക്കാമായിരുന്നു. ഈ സ്ഥലത്താണ് നിലവിൽ വനംവകുപ്പ് ഫീസ് ഈടാക്കി സന്ദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ് പറഞ്ഞു. ഇത് ഫോറസ്റ്റ് ഇത് ഏറ്റെടുപ്പിച്ചുകൊണ്ട് ഇത് റവന്യൂ ഭൂമി അല്ല എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഇപ്പോൾ ബലമായിട്ട് ഇത് കയറി. അപ്പം നാട്ടുകാരോട് ഇനിയിപ്പോൾ ഇതിൻ്റെ പോലും കാരണം ഇപ്പം ജനങ്ങൾ കേരളത്തിലമ്പാടും ആകപ്പാട് ജനങ്ങൾ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പം നിൽക്കുന്നത്. അതിൻ്റെ അടുത്ത് ജനങ്ങളുടെ തടയിൽ ഒരു ഇടിത്തി എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി. ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്നതിന് വേണ്ടിയുള്ള സമയം. കൊച്ചുകുട്ടികൾക്ക് 3 രൂപ, മുതിർന്നവർക്ക് 3 രൂപ, മറ്റുള്ളവർക്ക് 3 രൂപ, ഫോട്ടോ എടുക്കുന്നതിന് 3 രൂപ എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. വന്യമൃഗശല്യത്താൽ വലയുന്ന പീരുമേട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാത്ത വനംവകുപ്പ് വരുമാന മാർഗം തേടുകയാണെന്ന് KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ ആരോപിച്ചു. ആനയുടെ ശല്യം, പുലിയുടെ ശല്യം, കടുവയുടെ ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം ഇതൊന്നും തടയാൻ ഈ ഫോറസ്റ്റ് അധികാരികൾക്ക് തയ്യാറാകാതെ ഇവിടെ കുട്ടികളെയും വെച്ച് പൈസ പിരിച്ച് ഈ ജനങ്ങളെ വിട്ടികളാക്കി മുന്നോട്ട് പോകുന്നത് ശക്തമായ എതിർപ്പ് പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അത് ശക്തമായി കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് ഇവിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഇവിടെ പൈൻ മരങ്ങളുടെ അടിയിൽ ഇവിടെ ഒരു ഓഫീസും തുടങ്ങി പൊതുജനങ്ങളുടെ അടുത്ത് പൈസയും പിരിച്ച് ഈ പൈസയ്ക്ക് കണക്കുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ പ്രദേശം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾ ഇവിടെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പരിസ്ഥിതി ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് പ്രദേശത്ത് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. മുൻപ് സൗജന്യമായി സന്ദർശകർ പ്രവേശിച്ചിരുന്ന ഇവിടെ നിലവിൽ മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 15 രൂപയും ഫോട്ടോ എടുക്കുന്നതിന് 100 രൂപയും വെഡ്ഡിംഗ് ഷൂട്ടിന് 500 രൂപയുമാണ് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാട്ടുതീ തടയാൻ എന്ന പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീയിട്ടതിനെ തുടർന്ന് ജന്മനാ ബിദിരിയും മൂകയുമായ വീട്ടമ്മയുടെ പട്ടയ സ്ഥലത്തെ കൃഷികൾ കത്തിനശിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിൽ മുളകുവള്ളിയിലാണ് സംഭവം. തീ കെടുത്താൻ ശ്രമിച്ച സഹോദരൻ ചീഫിന് പൊള്ളലുമേറ്റു. നഗരംപാല റേഞ്ച് ഓഫീസിന്റെ കീഴിൽ വരുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളിയിലാണ് വീട്ടമ്മയുടെ 1/2 ഏക്കറോളം വരുന്ന ഭൂമി കത്തിനശിച്ചത്. മുളകുവള്ളി കല്ലറക്കൽ മേരി ജോണിന്റെ 1/2 ഏക്കർ പട്ടയ ഭൂമിയിലാണ് തീ കയറിയത്. കാട്ടുതീ വ്യാപിക്കാതിരിക്കാനെന്ന് പറഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടതിനെ തുടർന്നാണ് ഇവരുടെ കൃഷിഭൂമി കത്തിനശിച്ചത്. 1/2 ഏക്കർ സ്ഥലത്തെ കുരുമുളക്, കശുമാവ്, കാപ്പി, വാഴ, മലയിഞ്ചി എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു.
കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. പുരയിടത്തോടൊപ്പം വീടിന്റെ പിൻഭാഗത്തും തീ പടർന്നു. തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ മേരി ജോണിന്റെ സഹോദരൻ ജിഫിന് പൊള്ളലേറ്റു. 2021 വനംവകുപ്പ് ഇത്തരത്തിൽ തീയിട്ടതിനെ തുടർന്ന് സ്ഥലത്ത് കൃഷിനാശം സംഭവിച്ചതായി ജിഫിൻ പറയുന്നു. രാത്രി 11:30-12 മണിയായപ്പോഴാണ് ഞങ്ങൾ ഓടി വന്ന് നാട്ടുകാരും കൂടി സഹകരിച്ച് തീ കെടുത്തി ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പെങ്ങളാണ് 100% വികലാംഗിയ. വീട് കത്തിപ്പോകാണ്ടിരുന്നത് ഭാഗ്യം കൊണ്ടാണ്. വീടിൻ്റെ ചേർന്ന് തീ കത്തി. വീട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് വീട് കത്താണ്ടിരുന്നത്. എല്ലാവരും വീടും കത്തിപ്പോയേനെ. അന്ന് വനംവകുപ്പിന് പരാതി നൽകിയെങ്കിലും യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ല. വനംവകുപ്പിന്റെ ക്രൂരത മൂലം ഈ കുടുംബത്തിനാകെയുള്ള 50 സെന്റ് സ്ഥലവും കാർഷിക വിളകളും നഷ്ടമായി. വനാതിർത്തികളിൽ ഫയർലൈൻ തെളിയിക്കുന്നത് പതിവാണെങ്കിലും ഇത്തവണ പലയിടത്തും ഇത്തരം നടപടികൾ ഉണ്ടായില്ല. ഫയർലൈൻ തെളിയിക്കേണ്ടതിന് പകരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ തീയിട്ടതാണ് മേരി ജോണിന്റെ പുരയിടം കത്തി നശിക്കാനിടയായത്. ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ നാട്ടിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും മേരി ജോൺ പരാതിയും നൽകി. കുപ്രസിദ്ധ ഗുണ്ട സാജൻ സാമുവലിനെ കൊലപ്പെടുത്തി മൃതദേഹം പായിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച കേസിലെ മുഖ്യപ്രതി മൂലമറ്റം കാവുംപടി മുളയ്ക്കൽ വിഷ്ണു ജയൻ കാഞ്ഞാർ പോലീസിൽ കീഴടങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ട് അഭിഭാഷകനുമായി എത്തിയാണ് വിഷ്ണു സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഇതോടെ കൊലപാതക കേസിലെ 8 പ്രതികളും പിടിയിലായി. മറ്റ് 7 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 29-ാം തീയതി രാത്രി മേലുകാവ് എരുമാപ്രയിൽ വെച്ചാണ് പ്രതികൾ പ്രദേശവാസിയായ പാറശ്ശേരിയിൽ സാജൻ സാമുവലിനെ കൊലപ്പെടുത്തിയത്. 30-ാം തീയതി രാത്രിയിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി മൂലമറ്റത്തെത്തിച്ച് ഉപേക്ഷിച്ച മൃതദേഹം ഈ മാസം 2-നാണ് പോലീസ് കണ്ടെത്തിയത്. ഇരുമാപ്രയിൽ പെയിന്റിംഗ് ജോലിക്കെത്തിയപ്പോൾ പ്രതികളും കൊല്ലപ്പെട്ട സാജനും ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട സാജൻ കുപ്രസിദ്ധ ഗുണ്ടയും ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 30ഓളം കേസുകളിലെ പ്രതിയുമാണ്. സാജനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. കീഴടങ്ങിയ പ്രതി വിഷ്ണു ജയൻ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയുമാണ്. കാപ്പ ചുമത്തി ജയിലിലടച്ച വിഷ്ണു അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത്. 2 ആഴ്ച മുമ്പ് മറ്റൊരാളുടെ കാർ തട്ടിയെടുത്ത് പോകും വഴി രക്ഷിതാവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്ത 2 കുട്ടികളെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയ കേസിലും ഇയാൾ പ്രതിയാണ്. കോടതിയിൽ നടക്കുന്ന ചില കേസുകളിൽ ജാമ്യമെടുത്ത ശേഷം വിചാരണയ്ക്ക് ഹാജരാകാത്തതിനാൽ വാറണ്ടുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ വ്യാപാരി തങ്കമണി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. തങ്കമണി സ്വദേശി കാഞ്ഞിരന്താനം ചാക്കോയാണ് പോലീസിൽ കീഴടങ്ങിയത്. കാമാക്ഷി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. ഇതേ തുടർന്ന് ഇയാൾ ഒളിവിൽ പോയിരുന്നു. പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതി തങ്കമണി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. വിദ്യാർത്ഥികൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്ന് ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്കമണി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രതിയെ കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിമലന്റെ സംസ്കാരം നടന്നു. മറയൂർ ചെമ്പക്കാട് ആദിവാസി കുടിയിൽ ആദിവാസി ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടന്നത്. ദേവികുളം MLA എ രാജയും മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും മറയൂർ പോലീസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ചിന്നാർ വനമേഖലയിൽ ഫയർലൈൻ തെളിയിക്കുന്നതിനായി പോയപ്പോഴാണ് വിമലനെ കാട്ടാന ആക്രമിച്ചത്. 9 പേരടങ്ങുന്ന സംഘത്തിൽ അവസാനമായി നടന്ന ഇയാളെ ആന തുമ്പിക്കൈയിലെടുത്ത് നിലത്തടിക്കുകയായിരുന്നു. ആക്രമണം നടന്ന ഉടൻ തന്നെ ഇയാളെ വനംവകുപ്പിന്റെ വാഹനത്തിൽ മറയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വനംവകുപ്പിന്റെ പാമ്പാർ ലോക്ക് ഹൌസിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കുന്നതിനായി എത്തിയതായിരുന്നു വിമലനടങ്ങുന്ന സംഘം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിമലൻ വനംവകുപ്പിന്റെ ഇക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകനായിരുന്നു. ചക്കുവെള്ളത്തിന് സമീപം 57-കാരൻ കുളത്തിൽ വീണു മരിച്ചു. ചക്കുവെള്ളം ഇടത്തറയിൽ ഷാജിയാണ് മരിച്ചത്. കൃഷി ആവശ്യത്തിനായി പമ്പ് സെറ്റ് ഓണാക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി കുളത്തിൽ വീഴുകയായിരുന്നുവെന്നാണ് നിഗമനം. രാവിലെ കൃഷിസ്ഥലത്തെ ആവശ്യത്തിനായി മോട്ടോർ ഓണാക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഏറെ നേരമായിട്ടും കാണാതെ വന്നതോടെ വീട്ടുകാർ അന്വേഷിച്ച സ്ഥലത്തെത്തി. തുടർന്ന് കുളത്തിൽ വീണതായി സംശയം തോന്നുകയായിരുന്നു. പിന്നീട് കുമളി പോലീസിലും കട്ടപ്പന ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുമളി പോലീസ് സംഭവത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു.
ഫണ്ട് അനുവദിക്കുന്നതിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിവേചനപരമായി പെരുമാറുന്നെന്നാരോപിച്ച് UDF അംഗങ്ങൾ രംഗത്ത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള തുക അനുവദിച്ചതിലാണ് LDF ഭരണസമിതി വിവേചനപരമായി പെരുമാറിയതെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് വാർഡിന്റെ വികസനത്തിനായി തുക അനുവദിക്കുന്നതിലാണ് വിവേചനം കാണിക്കുന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുളപ്പാറച്ചാൽ 9-ാം വാർഡിൽ കൃഷിഭവൻ റോഡിനാണ് 4 വർഷമായിട്ട് ഞാൻ ആ കൃഷിഭവൻ റോഡിന്റെ ശോചനീയാവസ്ഥ ഞാൻ എല്ലാ ഗ്രാമസഭകളിലും അല്ലെങ്കിൽ കമ്മിറ്റിയിലും പറയുന്നതാണ്. അപ്പോൾ ഈ 4 വർഷമായിട്ടും നമുക്ക് ഒരു 3 കിലോമീറ്ററോളം ഈ റോഡ് കോളേജ് പടി കൃഷിഭവൻ റോഡ് നിൽക്കുന്നുണ്ട്. അതിൽ 4-5 സ്കൂൾ ബസ്സുകൾ വരുന്ന ഒരു റോഡാണ്. ആ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. LDF നേതൃത്വം നൽകുന്ന രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ 20 മുതൽ 30 ലക്ഷം വരെ ഇടതുമുന്നണിയെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങൾക്ക് അനുവദിച്ചപ്പോൾ UDF അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. കുറ്റിയാങ്കൽപ്പടി വട്ടംകണ്ണപ്പടി റോഡിന് ഞാൻ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടായിരുന്നു. പക്ഷേ ആ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. ആ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു പോയി തോട് വളരെ ബലഹീനമായിട്ടാണ് കിടക്കുന്നത്. അതിന് ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ റോഡുകൾക്കൊന്നും ഫണ്ട് അനുവദിക്കാതെ എനിക്ക് വെറും 5 ലക്ഷം രൂപ മാത്രം തന്ന് എന്നെ ഫണ്ടില്ല, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഫണ്ടില്ല എന്ന് മാത്രമാണ് അവർക്ക് തരാനുള്ളൊരു മറുപടി. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങളുടെ വാർഡുകളിൽ വികസനം എത്തുന്നില്ല എന്ന ചർച്ച കൊണ്ടുവരാൻ LDF നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലാണ് പഞ്ചായത്തിലെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട വിവേചനമെന്നാണ് UDFന്റെ നിലപാട്. അപ്പോൾ ഈ പക്ഷപാതപരമായ നിലപാടുകൾ തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. പ്രത്യേകിച്ച് കുളപ്പാറച്ചാല് രാജകുമാരി വാർഡുകളിൽ അനുവദിച്ചിരിക്കുന്ന തുക വളരെ അപര്യാപ്തമാണ്. 5 ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു ധനകാര്യ വർഷത്തിൽ അനുവദിച്ചിരിക്കുന്നത്. അത് പ്രതിഷേധാർഹമാണ്. വിവേചനത്തിനെതിരെ അധികൃതർക്ക് പരാതി നൽകുമെന്നും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും UDF മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഇവരുടെ പുറമെ ഇവർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പൊതുയോഗങ്ങൾ പറയുമ്പോൾ എല്ലാ മെമ്പർമാർക്കും തുല്യമായിട്ടാണ് പദ്ധതി വിഹിതം നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇവിടെ വെറും 5 ലക്ഷത്തിൽ ഒതുക്കിക്കൊണ്ട് 13-ാം വാർഡിൽ 38 ലക്ഷവും 10-ാം വാർഡിൽ 41 ലക്ഷവും 11-ാം വാർഡിൽ 25 ലക്ഷവും 2-ാം വാർഡിൽ 29 ലക്ഷവും രീതിയിൽ അങ്ങനെ ഓരോ മെമ്പർമാർക്കും 8-ാം വാർഡിൽ അത് 30 ലക്ഷം രൂപയും ആയിട്ട് കൂടുതൽ നൽകുകയും UDF അംഗങ്ങളുടെ വാർഡുകളിൽ നിസ്സാരം റോഡുകൾക്ക് 5 ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത്. അതും കഴിഞ്ഞ പദ്ധതി രൂപീകരണ ഗ്രാമസഭകളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത റോഡുകളൊന്നും എടുക്കാതെ അവർക്ക് തോന്നിയ ഒരു റോഡിന് മെമ്പർമാരോട് പോലും അനുമതി ചോദിക്കാതെയാണ് ഇവർ ഫണ്ട് നൽകിയിരിക്കുന്നത്. അതിൻ്റെ എതിരെ ശക്തമായ സമരപരിപാടികളും നിയമപരമായ നടപടികളും സ്വീകരിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി രാജകുമാരി മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. രാജകുമാരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ജോസ് കണ്ടത്തിങ്കര, സെക്രട്ടറി റോയി ചാത്തനാട്ട്, സുനിൽ വാരിക്കാട്ട്, UDF പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു ബിജു, ഡെയ്സി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് പുതിയ വിഭാഗം ഫെബ്രുവരി 8-ന് പ്രവർത്തനം ആരംഭിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന ആരോഗ്യവകുപ്പ് കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ചിട്ടുള്ള ഹെൽത്ത് ഗ്രാന്റായ 45 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 8-ാം തീയതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. ജീവിതശൈലി രോഗ പരിശോധനകളെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് 20 ഏക്കർ താലൂക്ക് ആശുപത്രിയെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പുതിയ വാർഡുകളുടെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. താലൂക്ക് ആശുപത്രിയുടെ പുതിയ വാർഡിന്റെ ഉദ്ഘാടനവും 360 മെറ്റാബോളിക് ഡിസീസ് മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ കീമോതെറാപ്പി സെന്ററിന്റെയും ഉദ്ഘാടനമാണ് നാളെ നടക്കാനിരിക്കുന്നത്. അതിന്റെ 360 മെറ്റാബോളിക് അഥവാ NCD യൂണിറ്റിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സാർ നാളെ നിർവഹിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വാർഡിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് സാർ നിർവഹിക്കുന്നു. അതുപോലെ നമ്മുടെ കീമോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ജീവിതശൈലി രോഗങ്ങൾ സാർവത്രികമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ രോഗം പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയാണ് സെന്ററിന്റെ ലക്ഷ്യം.
ജീവിതശൈലി രോഗങ്ങൾ നമ്മൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് പ്രത്യേക ഒരു പരിഗണനയും സൗകര്യവും ഉണ്ടായിരിക്കും. അപ്പം നല്ല രീതിയിലേക്ക് അത് ഇടുക്കി ജില്ലയിലെ നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഇവിടെയാണ്, കട്ടപ്പനയിലാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഉള്ളത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം GHലാണ് 360 മെറ്റബോളിക് സെന്റർ അടുത്തായിട്ടുള്ളത്. കോട്ടയം ഇടുക്കി ജില്ലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇവിടെയാണ്. ഇപ്പോൾ നാളെ മുതൽ ഇതിവിടെ ആരംഭിക്കുകയാണ്. പിന്നെ നമ്മുടെ പുതിയ വാർഡുകൾ നമ്മൾ 2 വർഷമായിട്ട് ഇത് വാർഡിന്റെ പണിയെല്ലാം ആരംഭിച്ചിരുന്നു. പിന്നെ റാമ്പ് വർക്കും പിന്നെ അതിന്റെ സെപ്പറേഷൻ എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1 മാസം മുമ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതും ഒരു ആധുനിക സൗകര്യത്തോടു കൂടി തന്നെയാണ്. ശരിക്കും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ രീതിയിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിലെ ഏക നഗരസഭയായ കട്ടപ്പനയിലെയും സമീപ പഞ്ചായത്തുകളിലെയും സാധാരണക്കാർക്ക് ഏറെ ആശ്രയമാകുന്ന 20 ഏക്കർ താലൂക്ക് ആശുപത്രി വിപുലീകരിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ വിഭാഗങ്ങൾ ഒരുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധികൃതർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കും. കട്ടപ്പന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്തരം തിരുനാൾ മഹോത്സവം 9 മുതൽ 16 വരെ നടക്കും. 9-ാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം കുമരകം MN ഗോപാലൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9-ാം തീയതി പുലർച്ചെ 4:30 പള്ളി ഉണർത്തൽ, 5-ന് നിർമ്മാലി ദർശനം, 6:30 ഉഷപൂജ, 8-ന് പന്തീരടി പൂജ, 9-ന് മഹാദേവന് തിരുവാതിര നക്ഷത്രപൂജ, 10-ന് ഉച്ചപൂജ, വൈകിട്ട് 6:30 ദീപാരാധന എന്നിങ്ങനെ ചടങ്ങുകൾ നടക്കും. കുമരകം MN ഗോപാലൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് വീരനാട്യം, പ്രസാദമുട്ട എന്നിവയ്ക്ക് ശേഷം ഫ്ലവേഴ്സ് കേരള ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടക്കും. 10-ാം തീയതി പതിവ് പൂജകൾക്ക് പുറമെ വൈകിട്ട് 7-ന് വിദൂഷകരത്നം ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് അരങ്ങേറും. 11-ാം തീയതി ഉദയാസ്തമന പൂജ, സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷാൽ അഷ്ടാഭിഷേകം, വൈകിട്ട് 7-ന് സിനിമാ സീരിയൽ താരം ശാലു മേനോൻ അവതരിപ്പിക്കുന്ന ചങ്ങനാശ്ശേരി ജയകേരളയുടെ സിനിമാറ്റിക് ബാലെ, നാഗവല്ലി മനോഹരി എന്നിവയും അരങ്ങേറും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം MN ഗോപാലൻ തന്ത്രികൾ തൃക്കൊടിയേറ്റുന്നതോടുകൂടി ഉത്സവ പരിപാടികൾ സമാരംഭിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവബലി, കലവറ നിറയ്ക്കൽ ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകളും കേരളത്തിലെ തന്നെ പ്രശസ്തരായ സിനിമാ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും. കുന്തളംപാറക്കര സ്പോൺസർ ചെയ്യുന്ന ഫ്ലവേഴ്സ് കേരളയുടെ ഗാനമേള, ചാക്യാർകൂത്ത്, സിനിമ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന മെഗാ ഷോ, ശാലു മേനോൻ നയിക്കുന്ന നാഗവല്ലി മനോഹരി എന്ന സിനിമാറ്റിക് ബാലെ, ദുർഗാ വിശ്വനാഥ് നയിക്കുന്ന കോട്ടയം മെഗാബീറ്റ്സിന്റെ ഗാനമേള, വെല്ലികണ്ഠം വെള്ളയാങ്കുടിക്കര അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര, വീരനാട്യം എന്ന നൃത്തപരിപാടി, കൈകൊട്ടിക്കളി തുടങ്ങി എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ ക്ഷേത്രാങ്കണത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 15-ാം തീയതി വൈകിട്ട് വിവിധ കരകളിൽ നിന്നും ആരംഭിച്ച് ഇടുക്കി കവല ശ്രീ ലക്ഷ്മിനാരായണ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന് വൈകിട്ട് കൃത്യം 7 മണിക്ക് മഹാഘോഷയാത്രയായി കട്ടപ്പന ടൗൺ ചുറ്റി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 12-ാം തീയതി രാവിലെ 8:30 മുതൽ പൗർണമി പൊങ്കാല, സർപ്പപൂജ എന്നിവ നടക്കും. വൈകിട്ട് സിനിമാ സീരിയൽ താരങ്ങളായ മധു പുന്നപ്രയും മഞ്ജു വിജീഷും നയിക്കുന്ന മെഗാ ഷോ നടക്കും. 13-ാം തീയതി ഭദ്രകാളിക്ക് മകം തൊഴൽ, ഭഗവാന് അംശം അർപ്പിക്കൽ എന്നിവയും നടക്കും. വൈകിട്ട് 7-ന് പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് നയിക്കുന്ന കോട്ടയം മെഗാബീറ്റ്സിന്റെ ഗാനമേള നടക്കും. 14-ാം തീയതി ഉത്സവ ബലിദർശനം, കലവറ നിറയ്ക്കൽ എന്നിവയ്ക്ക് പുറമെ 7-ന് കൈകൊട്ടിക്കളിയും നടക്കും. 15-ാം തീയതി വൈകിട്ട് 7 മുതൽ ഇടുക്കിക്കവല ശ്രീ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ നിന്ന് കട്ടപ്പന നഗരത്തിൽ മഹാഘോഷയാത്ര ആരംഭിക്കും. സമാപന ദിവസം വിശേഷാൽ അഭിഷേകങ്ങൾ, കലശപൂജ, യാത്രാഹോമം, യാത്രാബലി, ആറാട്ട് പുറപ്പാട് തുടങ്ങിയവയും നടക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്, സെക്രട്ടറി PD ബിനു, സജീന്ദ്രൻ പൂവാങ്കൽ, മനോജ് പതാലിൽ, തങ്കച്ചൻ പുളിക്കത്തടത്തിൽ, മഹേഷ് ചെമ്പകശ്ശേരിയിൽ, ഷിബു കരിമ്പോഴിൽ, അജേഷ് CS, മനീഷ് മുടവനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ മറയൂരിന് സമീപം ചിന്നാർ വനമേഖലയിൽ പാതയോരം ഇടിഞ്ഞ ഭാഗത്ത് വേഗത്തിൽ പുനർനിർമ്മാണം നടത്തണമെന്നാവശ്യം. മഴക്കാലത്തായിരുന്നു പാതയോരം ഇടിഞ്ഞ അപകടാവസ്ഥയിലായത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ബലപ്പെടുത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് അപകട സാധ്യത രൂപം കൊള്ളുമെന്ന് വാഹനയാത്രികർ പറയുന്നു. മറയൂരിന് സമീപം ചിന്നാർ വനമേഖലയിലാണ് അന്തർ സംസ്ഥാന പാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ടുള്ളത്. മഴ കനത്ത് പെയ്ത ഘട്ടത്തിലായിരുന്നു റോഡിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കെട്ടിടിഞ്ഞത്. ദിവസവും ഭാരവാഹനങ്ങളും നിരവധി KSRTC ബസ്സുകളുമൊക്കെ കടന്നുപോകുന്ന പാതയാണിത്. പാതയോരം ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ബലപ്പെടുത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് അപകട സാധ്യത രൂപം കൊള്ളുമെന്ന് വാഹനയാത്രികർ പറയുന്നു. 6 മാസമായിട്ട് ഇത് ഇടിഞ്ഞ് കിടക്കുക. റോഡിലെ ഹെവി വണ്ടികൾ വന്ന് നിരന്തരം കയറി വരുന്ന, അവിടുന്ന് ട്രെയിനിങ് ആയതുകൊണ്ട് കയറി വന്ന് കഴിയുമ്പോൾ അറിയുള്ളൂ. ഫ്രണ്ട് വന്ന് കയറി കഴിഞ്ഞാൽ തട്ടിപ്പോവും.
ഇത്ര 600 അടി താഴ്ചയുണ്ട്. ഇത് ട്രാൻസ്പോർട്ട് ബസ് എല്ലാമേ ഇതിൽ കയറി വരുന്ന സ്ഥലമാണ്. അതായത് നടപടി എടുത്തില്ലെങ്കിൽ ഇത് വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ നടപടി എടുക്കാൻ വേണ്ടിയായിരിക്കും പ്ലാൻ. അതാണ്. ഇടിഞ്ഞുപോയ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടാണ് താൽക്കാലിക സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. റോഡിന് ഒരു ഭാഗം വലിയ കൊക്കയാണ്. മഴക്കാലത്ത് വെള്ളം ഇറങ്ങിയാൽ റോഡിന്റെ ഈ ഭാഗം ദുർബലമാകും. റോഡ് കൂടുതൽ ഇടിയുന്ന അവസ്ഥ ഉണ്ടായാൽ അത് അപകടത്തിന് ഇടവരുത്തും. മഴ മാറിയ സാഹചര്യത്തിൽ ഈ ഭാഗത്ത് ഏറ്റവും വേഗത്തിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നാണ് ആവശ്യം. മലയാളി ചിരി ക്ലബ് നടത്തി വന്നിരുന്ന ഈ വർഷത്തെ കാരുണ്യ യാത്രയുടെ ഭാഗമായുള്ള നറുക്കെടുപ്പ് നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നറുക്കെടുപ്പ് നടത്തി. കട്ടപ്പന നഗരസഭ ഓഫീസിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടന്നത്. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ഇവരുടെ കാരുണ്യ യാത്രയിൽ നിങ്ങളെല്ലാവരും പങ്കാളികളായതിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു. അതിലുപരി ഇനി വരുന്ന ഇതുപോലുള്ള ഓരോ സംഘടനകളിലും നിങ്ങൾ തന്നെ പങ്കാളികളാകണം. അപ്പോൾ നാടിന് എല്ലാവിധ പ്രോത്സാഹനവും നമ്മൾ ഓരോരുത്തരാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നും കൂടെ ഒരു മുന്നറിയിപ്പായിട്ട് സ്വീകരിച്ചാണ് നമ്മുടെ കട്ടപ്പനയിലെ ചിരി ക്ലബ്ബ് മുന്നോട്ട് വരുന്നത്. നറുക്കെടുപ്പിൽ സാജൻ ചാക്കോ 1ാം സമ്മാനവും അജിത് ഇലവങ്കൽ 2ാം സമ്മാനവും സിബി നീണ്ടൂർ 3ാം സമ്മാനത്തിനും അർഹരായി. ഈ സമ്മാനങ്ങളെല്ലാം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവർക്ക് കൈമാറുന്നതായിരിക്കും. നാളിതുവരെ മലയാളി ചിരി ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ സഹായ സഹകരണമായി നിന്ന കട്ടപ്പനയിലെയും ചുറ്റുവട്ട പ്രദേശങ്ങളിലെയും നല്ലവരായിട്ടുള്ള എല്ലാ വ്യക്തികളോടുമുള്ള ചിരി ക്ലബിൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ചിരി ക്ലബിൻ്റെ കൂടെ നിന്ന് ചിരി ക്ലബിൻ്റെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ ചുറ്റുവട്ട പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ ആർക്കും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ രാത്രിയൊന്നോ പകലെന്നോ ഇല്ലാതെ ഇറങ്ങി വന്ന് ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അടുത്ത ദിവസം നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. യോഗത്തിൽ ചിരി ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, ചാരിറ്റി ചെയർമാൻ മനോജ് വർക്കി, ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ, ജോമോൻ പൊടിപാറ, പ്രിൻസ് മുലേച്ചാലിൽ, മനോജ് പി ജി, റോബിൻ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ നെരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ക്യാൻവാസ് ചിത്രരചന സംഘടിപ്പിച്ചു. കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ജീവനം ജല സംരക്ഷണ പദ്ധതി ക്യാൻവാസിൽ പകർത്തിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് ക്യാൻവാസ് ചിത്രരചനയും സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചിരിക്കുന്നത്. വരയും പാട്ടും എന്ന പേരിലാണ് പരിപാടി. സ്കൂളിൽ നടന്ന ക്യാൻവാസ് രചനാ ക്യാമ്പയിൻ കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ക്യാൻവാസിൽ ജീവനം ജലസംരക്ഷണ പദ്ധതി ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ നാട്ടിലെ ഒരു വളരെ പുരാതനമായ ഒരു വിദ്യാലയം എന്ന തരത്തിൽ അല്ലെങ്കിൽ വളരെ ചരിത്രം പറയുന്ന ഒരുപാട് ആളുകളെ നമ്മളുടെ സമൂഹത്തിന്, നമ്മുടെ ഈ രാജ്യത്തിന്, ലോകത്താകമാനമുള്ള ഒട്ടനവധിയായിട്ടുള്ള പ്രഗത്ഭരായ ഒട്ടനവധി ആളുകളെ സംഭാവന ചെയ്ത ഒരു വിദ്യാലയം എന്ന തലത്തിൽ ഈ സ്കൂളിന് ഇത് 70ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടനവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരുപക്ഷെ ജില്ലയിലെ ആദ്യത്തെ ഒരു വിദ്യാലയം എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് നിൽക്കാനും അതിൻ്റെ 70ാമത് വർഷത്തിലെ ഇത്തരത്തിലുള്ള മഹത്തരമായ ജലം ജീവനമൊക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഒരുപാട് കാരുണ്യ സ്പർശവുമായി എത്തുന്ന തരത്തിലുള്ള പരിപാടികളുമൊക്കെയായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മാതൃക തന്നെയാണ്. സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. കാരുണ്യസ്പർശം ചിത്രരചന ക്യാമ്പയിന് ജയേഷ് എസും, ഗ്രാമശാക്തീകരണം ചിത്രരചന ക്യാമ്പയിന് AN സാബു അറക്കിലും, മന്നം കരിയർ അക്കാദമി ചിത്രരചന ക്യാമ്പയിന് സുമോദ് എസും നേതൃത്വം നൽകി. സ്കൂളിലെ ചിത്രകലാ പ്രതിഭകളായ 70 കുട്ടികൾ ക്യാൻവാസ് ചിത്രരചന ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഹെഡ്മിസ്ട്രസ് N ബിന്ദു, പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് ജേക്കബ്, ഹരികൃഷ്ണൻ, അരുൺകുമാർ ദാസ്, PK തനുജ റാണി, AK ബിനു, മെർലിൻ കുര്യൻ, അനിത KR, സ്റ്റാഫ് സെക്രട്ടറി MS സിന്ധുമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വാർഷിക ആഘോഷങ്ങളും യാത്രയപ്പ് സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ സ്കൂൾ ഹാളിൽ നടക്കും. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ വാർഷിക ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും 7 പതിറ്റാണ്ടിലധികമായി അറിവിന്റെ വെളിച്ചത്തിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 71ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത്. ചിലമ്പലി 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ
നാട്ടിൽ ഒരു വികസിത സമൂഹം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ പ്രവർത്തനം തികച്ചും മാതൃകാപരവും നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആളുകൾക്ക് ജീവിതത്തിന്റെ ഭാഗമായി നല്ല വിദ്യാഭ്യാസം ആർജിക്കുന്നതിന് അതോടൊപ്പം തന്നെ കൂടുതൽ സിവിൽ സർവീസിലേക്ക് അടക്കം കൂടുതൽ ആളുകളെ സംഭാവന ചെയ്യുന്നതിനും ജീവിതത്തിന്റെ നാനാതുറകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വളരെ ശ്രദ്ധാപൂർവം ഇടപെടുന്ന അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ എന്ന നിലയിലാണ് നമ്മുടെ സ്കൂളിൽ നോക്കിക്കാണുന്നത്. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ എസ് മുനിസ്വാമിക്കും അധ്യാപിക വിജിക്കും യാത്രയയപ്പ് നൽകി. മാധ്യമപ്രവർത്തകൻ JB ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ്, ജോമോൻ പൊടിപാറ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, ജെയ്മോൻ കൊഴിമല, ജനറൽ കൺവീനർ ഷിനു മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നമ്മുടെ സമൂഹത്തിന് നീതിയും ധാർമ്മികതയും മൂല്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് ജ്ഞാനായ സഭാ മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ ഇവാനിയോസ്. രാജകുമാരി ഗലീലക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വാർഷിക പെരുന്നാളിന്റെ സമാപനത്തോടനുബന്ധിച്ച് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂല്യച്യുതി സംഭവിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും മെത്രാപ്പോലിത്ത പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാജകുമാരി ഗലീലക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്നു വന്നിരുന്ന 70ാമത് വാർഷിക പെരുന്നാളും മോർ യൂഹാനോൻ മാബ്ദാനയുടെയും മോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെയും ഓർമ്മ പെരുന്നാളിനുമാണ് സമാപനമായത്. സമാപനത്തോടനുബന്ധിച്ച് നടന്ന പ്രധാന തിരുക്കർമ്മങ്ങൾക്കും അഞ്ചിന്മേൽ കുർബാനയ്ക്കും ജ്ഞാനായ സഭാ മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ ഇവാനിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമ്മുടെ സമൂഹത്തിന് നീതിയും ധാർമ്മികതയും മൂല്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂല്യച്യുതി സംഭവിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനൊന്നും സ്ഥാനമില്ലാത്ത കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മക്കളോട് ഉച്ചത്തിൽ പറയുവാനായിട്ട് നമുക്ക് അനുവാദമുണ്ട്. മക്കളെ, വിദ്യാർത്ഥികളെ ശാസിക്കുവാനായിട്ട് അധ്യാപകൻ ശ്രമിച്ചാൽ ആ അധ്യാപകനെതിരെ കേസും പുക്കാറും കടന്നു വരികയാണ്. എന്താണ് കാരണം? ആ കുട്ടിയെ ഒന്ന് ശാസിച്ചാൽ, ആ കുട്ടിയെ നന്നായി നടത്തുവാനായിട്ട് ശ്രമിച്ചാൽ അധ്യാപകനെതിരായിട്ട് അവന്റെ മാതാപിതാക്കളും സമൂഹവും നിലനിൽക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് സമൂഹത്തിൽ നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യോഹന്നാൻ മാബ്ദാനയെ ഓർക്കുകയും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ആ ജീവിത പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കി ജീവിക്കുവാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരും. 3 ദിവസങ്ങളായി നടന്ന പെരുന്നാളിനോടനുബന്ധിച്ച് ഗാനശുശ്രൂഷ, സുവിശേഷ പ്രസംഗം, മൂന്നിന്മേൽ കുർബാന, തിരുശേഷിപ്പ് വണക്കം, സ്ലീബ എഴുന്നള്ളിപ്പ്, അഞ്ചിന്മേൽ കുർബാന, പ്രദക്ഷിണം തുടങ്ങിയവ നടന്നു. നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ മഹാമഹത്തിൽ പങ്കെടുത്തത്. ഇടവക വികാരി ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കൊറ്റിക്കൽ, സഹവികാരി ഫാദർ എബിൻ വർഗീസ് കാരിയേലിൽ, ട്രസ്റ്റിമാരായ ജോർജ് CP ചവറ്റുകുഴിയിൽ, ബിജു ഐസക് അമ്പഴച്ചാലിൽ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ പേഴുങ്കണ്ടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവവും 10ാമത് പ്രതിഷ്ഠാ വാർഷികവും ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി രാജേഷ് വേണുഗോപാൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആശ്രിത വത്സലനും അഭിഷ്ടവരദായകനുമായ കാഞ്ചിയാർ പേഴുങ്കണ്ടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവവും 10ാമത് പ്രതിഷ്ഠാ വാർഷികവും ഫെബ്രുവരി 9, 10, 11 തീയതികളിലാണ് നടക്കുന്നത്. തിരുവുത്സവത്തിന്റെ 1ാം ദിനമായ ഫെബ്രുവരി 9 രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ പൂജകൾ, പറവയ്പ്, ഭാഗവത പാരായണം എന്നിവ നടക്കും. വൈകിട്ട് 7:30 മഴവിൽ മനോരമ, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി വിജയികളായ ആദർശ് പ്രമോദ്, നന്ദന രമേശ് എന്നിവർ നയിക്കുന്ന കോമഡി സ്കിറ്റും മറ്റു കലാപരിപാടികളും നടക്കും.
ഫെബ്രുവരി 10 വൈകിട്ട് 4 മണിക്ക് കാഞ്ചിയാർ പാലാക്കട ശ്രീ മുത്തിയമ്മ മഹാദേവി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലി, മുളപ്പാരി, കാവടി, ചെണ്ടമേളം, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ മഹാഘോഷയാത്ര നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി രാജേഷ് വേണുഗോപാൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കഞ്ചിയാർ വേഴങ്കണ്ടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി മാസം 9, 10, 11 ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി നടക്കുകയാണ്. തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഒന്നാം ദിവസമായ ഞായറാഴ്ച വിശേഷാൽ പൂജകൾ, വഴിപാടുകൾ എന്നിവയോടൊപ്പം തിങ്കളാഴ്ച ദിവസം വൈകുന്നേരം ശ്രീ മുത്തിയമ്മ ദേവീക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി, ഘോഷയാത്ര, ഭഗവാന്റെ ജീവിത എഴുന്നള്ളിപ്പ്, മുളപ്പാരി, കാവടി മുതലായ എല്ലാ കാര്യങ്ങളും ചേർന്ന് ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ്. തിരുവുത്സവത്തിന്റെ സമാപന ദിവസമായ ഫെബ്രുവരി 11 രാവിലെ 9:30 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കളഭാഭിഷേകം നടക്കും. തുടർന്ന് പീലിക്കാവടി, പൂക്കാവടി, വഴിപാട് സമർപ്പണം, പുഷ്പാഭിഷേകം എന്നിവയും നടക്കും. വൈകിട്ട് 8 ആലപ്പുഴ റെയ്ബാൻ ഓർക്കസ്ട്രയുടെ മെഗാ ഹിറ്റ് ഗാനമേളയോടെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങുമെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് SK സതീഷ് കുമാർ, സെക്രട്ടറി ജിജീഷ് KK, ഭാരവാഹികളായ മണിക്കുട്ടൻ മഞ്ഞപ്പള്ളിൽ, അജിത് PP, MS രാജൻ, ഇന്ദിര രാജു, വത്സല സലീംകുമാർ എന്നിവർ അറിയിച്ചു. കിളിയാർകണ്ടം തിരുക്കുടുംബ ദേവാലയത്തിൽ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജോർജ് പെരുമാലിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കിളിയാർകണ്ടം തിരുക്കുടുംബ ഇടവക ദേവാലയത്തിൽ തിരുക്കുടുംബത്തിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 3 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ഇടവക വികാരി ഫാദർ ജോർജ് പെരുമാലിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫെബ്രുവരി 9 ഞായറാഴ്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇടവകയിലെ വൃദ്ധ മാതാപിതാക്കളുടെയും കിടപ്പ് രോഗികളുടെയും സംഗമത്തിൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മുഖ്യ സന്ദേശം നൽകും. ഫാദർ ഫെബിൻ കുഴിപ്പള്ളിൽ, ഫാദർ ജോസഫ് പാലക്കുടിയിൽ, ഫാദർ മാത്യു വെണ്ണായപ്പള്ളിൽ, ഫാദർ തോമസ് കരിവേലിക്കൽ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കിളിയാർകണ്ടം തിരുക്കുടുംബ ദേവാലയത്തിലെ തിരുനാൾ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ആഘോഷപൂർവമായിട്ടുള്ള തിരുക്കർമ്മങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തിരുനാളിലേക്ക് എല്ലാവരെയും, ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ എല്ലാവരെയും തിരുക്കർമ്മങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൈക്കാരന്മാരായ മൈക്കിൾ തലച്ചുറിയിൽ, മൈക്കിൾ വാഴേപ്പറമ്പിൽ, ഷാജി ദേവസ്യ കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മുണ്ടീർമ അസംഷൻ ഫെറോന ദേവാലയ തിരുനാളിന് കൊടിയേറി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും രക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത്. കൊടിയേറ്റ് കർമ്മത്തിനും ലതീഞ്ഞിനും ഫാദർ തോമസ് ജള്ളിയിൽ നേതൃത്വം നൽകി. തുടർന്ന് ഫാദർ ബേണി തറപ്പിൽ ആഘോഷമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് സെമിത്തേരി സന്ദർശനവും നടന്നു. 8 തീയതി രാവിലെ 10:30 രോഗികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള വിശുദ്ധ കുർബാന നടക്കും. വൈകുന്നേരം 4:30 വിശുദ്ധ കുർബാന. തുടർന്ന് ഫാദർ ഫിലിപ്പ് തടത്തിൽ സന്ദേശം നൽകും. 9 തീയതി രാവിലെ 6:30 വിശുദ്ധ കുർബാന നടക്കും. വൈകുന്നേരം 4 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സൂരജ് കുത്തനാപ്പിള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 6 മണിക്ക് പ്രദക്ഷിണം നടക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, since 1950.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ സ്പോർട്സ് ഡേ നടന്നു. കട്ടപ്പന വനിതാ സെൽ ASI അമ്പിളി KK ഉദ്ഘാടനം ചെയ്തു. പരിമിതികളെ സാധ്യതയാക്കി ഭിന്നശേഷി സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ വളരെ ആവേശത്തോടെയാണ് കായികമേള നടന്നത്. പരിമിതികൾ മറന്നുള്ള മുന്നേറ്റങ്ങൾ, ആവേശത്തോടെയുള്ള ആർപ്പുവിളികളും ആരവങ്ങളും, ഒടുവിൽ മനസ്സിനൊപ്പം ഓടിയെത്താത്ത ശരീരത്തെ വരുതിയിലാക്കിയ തിളക്കമാർന്ന വിജയങ്ങൾ. സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലെ എല്ലാ കുട്ടികളും കായികമേളയിൽ പങ്കെടുത്തു. റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നീ വിഭാഗങ്ങളായി നടന്ന മാർച്ച് പാസ്റ്റ് ശ്രദ്ധേയമായി. കട്ടപ്പന വനിതാ സെൽ ASI അമ്പിളി KK സല്യൂട്ട് സ്വീകരിക്കുകയും ദീപശിഖ തെളിയിക്കുകയും ചെയ്തു. പല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോവുകയും ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുട്ടികളെ സമൂഹത്തിന് മുന്നിൽ അവർക്ക് അവരുടേതായ കഴിവുകൾ വളർത്തി അവരുടെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ സ്നേഹസദനം സിസ്റ്റർമാർ മുന്നോട്ട് വരികയും അവരുടെ ഓരോ കഴിവുകളും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും അവാർഡുകൾ മേടിച്ച ഒരുപാട് കുട്ടികളുണ്ട്. നല്ല സ്പോർട്സ് ലെവലിലുള്ളത്. ഇന്നത്തെ നല്ല കുട്ടികളെക്കാട്ടിലും, അതായത് ഇന്ന് ഒരു 17 വയസ്സുള്ള ഒരു കുട്ടി പോലും ഇന്ന് അമ്മയോട് ധിക്കരിച്ച് പറയുമ്പോൾ ഇത്രയും ഏജിന് പ്രായമുള്ള കുട്ടികൾ ഇവരെ അനുസരിച്ച് ഇവരുടെ ഒപ്പം വളർന്നു ചേരുകയും ഒരു കായികക്ഷേമം എന്താണെന്ന്, അതായത് കായിക പരിശീലനം എന്താണെന്ന് മനസ്സിനും ശരീരത്തിനും മനസ്സിനും ആരോഗ്യകരമായ ഒരു മുന്നേറ്റം കൊണ്ടുവരുവാനും ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു സമ്പത്ത് എന്ന് പറയുന്ന ഒരു ആരോഗ്യമുള്ള സമൂഹം അല്ലെങ്കിൽ ഒരു കായിക മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളാണ്. അവരെ ഇതുപോലുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന ഈ സ്നേഹസാധനം സിസ്റ്റർമാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും, അതോടൊപ്പം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന എൻ്റെ വനിതാ ഹെൽപ്പ് ലൈനിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്നേഹസദനം സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്പോർട്സ് ഡേ ക്രമീകരിക്കുക ഏറ്റവും ഉചിതമായി തോന്നിയതിനാൽ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് വളരെ നല്ല രീതിയിൽ സ്പോർട്സ് ഡേ ആഘോഷിക്കുകയാണ്. ഈ ദിനത്തെ മനോഹരമാക്കുവാൻ കട്ടപ്പന വനിതാ ഹെൽപ്പ് ലൈനിലെ ASI അമ്പിളി മാഡവും സവിത മാഡവും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരുടെ സാന്നിധ്യം നമുക്ക് ഏറെ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നതായിരുന്നു. കട്ടപ്പന വനിതാ സെൽ ഉദ്യോഗസ്ഥരായ സവിത തങ്കപ്പൻ, ധന്യമോൾ KS, സ്നേഹസദൻ അധ്യാപകരായ സിസ്റ്റർ ജെസി മരിയ, സിസ്റ്റർ മേബിൾ മാത്യു, സിസ്റ്റർ നിസ മരിയ, സിസ്റ്റർ അഞ്ചു മരിയ, ജോർജ് ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലേല വിവരം. ആകലോട്ട് 168, വിൽപ്പനയ്ക്ക് വന്നത് 46,485, വിൽപ്പന നടന്നത് 45,277, കൂടിയ വില 3,254, ശരാശരി വില 2,984. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പൂ 900, കൊക്കോ 180, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,930 രൂപ, വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാന ബജറ്റിൽ ഇടുക്കിക്ക് ചില സുപ്രധാന പദ്ധതി പ്രഖ്യാപനങ്ങൾ. വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുമായി പ്രത്യേക പാക്കേജ് അനുവദിച്ചത് ജില്ലയ്ക്ക് ആശ്വാസകരമാകുമെന്ന് വിലയിരുത്തൽ. അതേസമയം മുൻ LDF സർക്കാർ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജിൽ ഇത്തവണയും തുക പ്രത്യേകമായി വകയിരുത്തിയിട്ടില്ല.
കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ കൃഷി നശിച്ച ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ഇതുവരെയും നഷ്ടപരിഹാരം ലഭ്യമായില്ല. ജില്ലയിൽ കഴിഞ്ഞ വർഷം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി നശിച്ചത് 17,944 കർഷകരുടെ കൃഷി. അനുവദിച്ചത് തുച്ഛമായ തുകയെങ്കിലും നിലവിലുള്ളത് അതുപോലും കർഷകരിലേക്ക് എത്താത്ത സാഹചര്യം. പീരുമേട് തട്ടാത്തിക്കാനം പൈൻകാട് വനംവകുപ്പ് ഏറ്റെടുത്ത പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. പഞ്ചായത്തിന്റെ മൗനസമ്മതത്തോടെ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് പ്രതിഷേധകരമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ. കാട്ടുതീ തടയാനെന്ന പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീയിട്ടതിനെ തുടർന്ന് ജന്മനാ ബദിരിയും മൂകയുമായ വീട്ടമ്മയുടെ പട്ടയസ്ഥലത്തെ കൃഷികൾ കത്തി നശിച്ചു. സംഭവം വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളിയിൽ. തീകെടുത്താൻ ശ്രമിച്ച സഹോദരൻ ജിഫിന് പൊള്ളലേറ്റു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.